നമസ്കാരം. കേരള സർക്കാർ നടപ്പിലാക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ നിലവിലെ സ്ഥിതി, പരിശോധനാ നടപടികൾ, ഭാവി പദ്ധതികൾ എന്നിവയെക്കുറിച്ചുള്ള വളരെ വിശദമായ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഏറ്റവും പുതിയ വിവരമനുസരിച്ച് പദ്ധതി സർക്കാർ നിർത്തലാക്കിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ പദ്ധതിയുടെ വിതരണം നിലവിൽ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. കാരണം പദ്ധതിയിൽ അർഹതയില്ലാത്ത നിരവധി പേർ ഗുണഭോക്താക്കളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന പരാതികളും റിപ്പോർട്ടുകളും ലഭിച്ചിരുന്നു. ഈ പിഴവുകൾ തിരുത്തി കൂടുതൽ സുതാര്യതയോടെ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാരിന്റെ തീരുമാനം. ബി.പി. വിഭാഗത്തിലെ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ് ഉടമകളായ 35 മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള സർക്കാർ ജോലിയോ മറ്റ് ക്ഷേമ പെൻഷനുകളോ ഇല്ലാത്ത സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന ക്ഷേമ പദ്ധതിയാണിത്. കേരളത്തിലെ ദരിദ്ര സ്ത്രീകൾക്ക് സാമ്പത്തിക സുരക്ഷ നൽകുന്നതിൽ ഈ പദ്ധതിക്ക് നിർണായക പങ്കുണ്ട്. പദ്ധതി നിർത്തലാക്കിയിട്ടില്ല എന്ന കാര്യം ആദ്യം വ്യക്തമാക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പല വേദികളിലും സ്ത്രീ സുരക്ഷാ പെൻഷൻ തുടരുമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട്. സ്ത്രീകളുടെ സാമ്പത്തിക സുരക്ഷയ്ക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്ത ഈ പദ്ധതി കേരള സർക്കാരിന്റെ മുൻഗണനാ പദ്ധതികളിൽ ഒന്നാണ്. നിർത്തലാക്കൽ സംബന്ധിച്ച പ്രചരണങ്ങൾക്ക് ഔദ്യോഗിക അടിസ്ഥാനമില്ല. പക്ഷേ അടുത്ത വിതരണം ആരംഭിക്കുന്നതിന് മുമ്പ് സമഗ്രമായ അഴിച്ചുപണി നടത്താനാണ് തീരുമാനം. അർഹതാ മാനദണ്ഡങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയേക്കും. ഗുണഭോക്താക്കളുടെ പട്ടിക പൂർണ്ണമായി പുനർപരിശോധിക്കും. താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നത് പദ്ധതി തന്നെ അവസാനിപ്പിച്ചിട്ടില്ല. പരിശോധനയും നീക്കം ചെയ്യലും നടക്കുന്നതിന്റെ പിന്നിലെ പ്രധാന കാരണം പട്ടിക തയ്യാറാക്കുന്നതിലെ പിഴവുകളാണ്. പദ്ധതി തുടക്കത്തിൽ നടപ്പിലാക്കിയപ്പോൾ മതിയായ പരിശോധനയില്ലാതെ പലരെയും ഉൾപ്പെടുത്തിയിരുന്നു. സർക്കാർ ജോലി ചെയ്യുന്നവർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ ഭാര്യമാർ, മറ്റ് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ, ബി.പി.എൽ അല്ലാത്തവർ, 35 വയസ്സിന് താഴെയുള്ളവർ, 60 വയസ്സിന് മുകളിലുള്ളവർ എന്നിവർ പോലും പെൻഷൻ പട്ടികയിൽ ഇടം പിടിച്ചിരുന്നു. ഈ അനർഹരായവരെ കണ്ടെത്തി ഒഴിവാക്കാനാണ് സാമൂഹ്യ സുരക്ഷാ മിഷനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും റവന്യൂ വകുപ്പും സംയുക്തമായി ഫീൽഡ് വെരിഫിക്കേഷൻ നടത്തുന്നത്. വരുമാനം, സ്വത്ത്, ജോലി, മറ്റ് പെൻഷൻ എന്നിവയെല്ലാം വിശദമായി പരിശോധിക്കുന്നു. വില്ലേജ് ഓഫീസറുടെ വരുമാന സർട്ടിഫിക്കറ്റ്, തൊഴിൽ രേഖകൾ, ബാങ്ക് രേഖകൾ എന്നിവ പരിശോധിക്കുന്നു. അർഹതയില്ലെന്ന് കണ്ടെത്തുന്നവരെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യും. വ്യാജരേഖകൾ ഹാജരാക്കി പെൻഷൻ വാങ്ങുന്നവരിൽ നിന്നും തുക തിരികെ ഈടാക്കാനും നിയമ നടപടി സ്വീകരിക്കാനും സർക്കാർ ആലോചിക്കുന്നുണ്ട്. അർഹതാ മാനദണ്ഡങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നത് ഏറെ പ്രധാനമാണ്. ഒന്നാമതായി, അപേക്ഷയുടെ കുടുംബം ബി.പി.എൽ വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം. മഞ്ഞക്കാർഡ് ഉടമകൾക്ക് മുൻഗണനയുണ്ട്. പിങ്ക് കാർഡ് ഉടമകളെയും പരിഗണിക്കും. നീലക്കാർഡ് അഥവാ എ.പി.എൽ വിഭാഗത്തിലുള്ളവർക്ക് സാധാരണ അർഹതയില്ല. രണ്ടാമതായി, പ്രായം 35 വയസ്സ് പൂർത്തിയായി 60 വയസ്സാകാത്ത സ്ത്രീകൾക്ക് മാത്രമേ പദ്ധതി ഉൾപ്പെടൂ. 35 വയസ്സിന് താഴെയുള്ളവരും 60 വയസ്സിന് മുകളിലുള്ളവരും ഈ പദ്ധതിയുടെ പരിധിയിൽ വരില്ല. 60 വയസ്സിന് മുകളിലുള്ളവർക്ക് വാർദ്ധക്യകാല പെൻഷൻ പദ്ധതികളുടെ ആനുകൂല്യം ലഭിക്കും. മൂന്നാമതായി, അപേക്ഷ സർക്കാർ ജോലിയോ പൊതുമേഖലയിലോ സ്ഥിരം ജീവനക്കാരായിരിക്കരുത്. കരാർ അടിസ്ഥാനത്തിൽ പോലും സർക്കാർ സ്ഥാപനത്തിൽ ജോലിയുള്ളവർ അയോഗ്യരാണ്. നാലാമതായി, ഇന്ദിരാഗാന്ധി വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, കർഷക പെൻഷൻ, വികലാംഗ പെൻഷൻ തുടങ്ങിയ മറ്റേതെങ്കിലും ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് ഈ പദ്ധതി ലഭിക്കില്ല. ഒരു വ്യക്തിക്ക് ഒരു പെൻഷൻ മാത്രമേ അനുവദിക്കൂ. അഞ്ചാമതായി, കുടുംബത്തിന്റെ വാർഷിക വരുമാനം ബി.പി.എൽ മാനദണ്ഡത്തിന് താഴെ ആയിരിക്കണം. വരുമാന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറിൽ നിന്ന് കൃത്യമായി ഹാജരാക്കേണ്ടതുണ്ട്. അർഹതയില്ലാത്ത പലരും പദ്ധതി ഉൾപ്പെട്ടതായി പരാതികൾ ഉയർന്നത് പദ്ധതിയുടെ വിശ്വസ്തതയെ ബാധിച്ചിരുന്നു. സർക്കാർ ജീവനക്കാരുടെ കുടുംബാംഗങ്ങൾ, വരുമാനം കൂടിയവർ, മറ്റ് പെൻഷൻ വാങ്ങുന്നവർ എന്നിവർ പെൻഷൻ വാങ്ങുന്നതായി കണ്ടെത്തി. ഇത്തരം പരാതികളുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ കർശന നടപടിക്ക് ഉത്തരവിട്ടത്. ഫീൽഡ് ഉദ്യോഗസ്ഥർ നേരിട്ട് വീടുകളിൽ ചെന്ന് പരിശോധന നടത്തും. അയൽക്കാരോടും തദ്ദേശ സ്ഥാപന പ്രതിനിധികളോടും വിവരങ്ങൾ ശേഖരിക്കുന്നു. വരുമാനവും സ്വത്തും സംബന്ധിച്ച് തെറ്റായ വിവരം നൽകി പെൻഷൻ വാങ്ങുന്നവർക്കെതിരെ കേസെടുക്കാനും സാധ്യതയുണ്ട്. ഇത് മുഴുവൻ അർഹരായ സ്ത്രീകൾക്കും നീതി ഉറപ്പാക്കാനുള്ള നടപടിയാണ്. ഭാവി നടപടികളെക്കുറിച്ച് മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. നിലവിൽ പദ്ധതിയുടെ പുനർപരിശോധന പുരോഗമിക്കുകയാണ്. അർഹതാ മാനദണ്ഡങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയേക്കാം. ഉദാഹരണത്തിന്, പ്രായപരിധി ഇളവ് നൽകാനോ വരുമാന പരിധി പുനർനിർണയിക്കാനോ സാധ്യതയുണ്ട്. പരിശോധന പൂർത്തിയായ ശേഷം പുതിയ ഗുണഭോക്തൃ പട്ടിക തയ്യാറാക്കും. ആ പട്ടിക ഗ്രാമസഭയിലും വാർഡ് സഭയിലും വായിച്ച് ആക്ഷേപങ്ങൾ ക്ഷണിക്കും. ജനങ്ങൾക്ക് പരാതി നൽകാനുള്ള അവസരം നൽകും. എല്ലാ അപേക്ഷകളും തീർപ്പാക്കിയ ശേഷം അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും.
അതിനുശേഷം മാത്രമേ പെൻഷൻ വിതരണം പുനരാരംഭിക്കൂ. താൽക്കാലികമായി നിർത്തിവെച്ച പെൻഷന്റെ കുടിശ്ശിക ഒറ്റയടിക്ക് നൽകാനാണ് സർക്കാരിന്റെ ഉദ്ദേശം. അതിനാൽ അർഹതയുള്ളവർക്ക് നഷ്ടമൊന്നും സംഭവിക്കില്ല. നിലവിൽ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഇവയാണ്. ഒന്നാമതായി, പദ്ധതി അവസാനിപ്പിച്ചിട്ടില്ല എന്ന കാര്യം മനസ്സിലാക്കണം. വിതരണം മാത്രമാണ് താൽക്കാലികമായി നിർത്തിയിരിക്കുന്നത്. രണ്ടാമതായി, അർഹതയുള്ള സ്ത്രീകൾ പരിഭ്രാന്തരാകേണ്ടതില്ല. പരിശോധന പൂർത്തിയായാൽ പെൻഷൻ തുടരും. മൂന്നാമതായി, അർഹതയില്ലാത്തവർക്ക് സ്വമേധയാ പിന്മാറുന്നത് ഉചിതമായിരിക്കും. വ്യാജവിവരം നൽകി പെൻഷൻ വാങ്ങുന്നത് നിയമപരമായി ശിക്ഷാർഹമാണ്. നാലാമതായി, പഞ്ചായത്ത് ഓഫീസിലോ നഗരസഭയിലോ ചെന്ന് അപേക്ഷയുടെ നിലവാരം അന്വേഷിക്കാം. അഞ്ചാമതായി, ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്ത് KYC പൂർത്തിയാക്കണം. പെൻഷൻ തുടങ്ങുമ്പോൾ തുക വേഗത്തിൽ കിട്ടാൻ ഇത് സഹായിക്കും. ആറാമതായി, സോഷ്യൽ മീഡിയയിലും വാട്സപ്പിലും പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾ വിശ്വസിക്കാതിരിക്കുക. കേരള സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റും സാമൂഹ്യ സുരക്ഷാ മിഷന്റെ അറിയിപ്പുകൾ മാത്രം വിശ്വസിക്കുക. 2026 സാഹചര്യത്തിൽ സ്ത്രീ സുരക്ഷാ പെൻഷന്റെ പ്രാധാന്യം കൂടുതൽ വർദ്ധിച്ചിരിക്കുന്നു. തൊഴിലില്ലായ്മയും വിലക്കയറ്റവും നേരിടുന്ന ദരിദ്ര സ്ത്രീകൾക്ക് മാസം 1000 രൂപ വലിയ ആശ്വാസമാണ്. ഈ തുക കൊണ്ട് മരുന്ന് വാങ്ങാനും നിത്യച്ചെലവ് നടത്താനും മക്കളെ പഠിപ്പിക്കാനും സഹായിക്കുന്നു. സർക്കാർ പദ്ധതി തുടരുമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട്. അർഹരായവർക്ക് മാത്രം ആനുകൂല്യം എത്തിക്കാനുള്ള ശ്രമമാണിപ്പോൾ നടക്കുന്നത്. അനർഹരെ ഒഴിവാക്കി സുതാര്യത ഉറപ്പാക്കുന്നത് പദ്ധതിയുടെ ദീർഘകാല നിലനിൽപ്പിന് അത്യാവശ്യമാണ്. ഈ പരിശോധന പൂർത്തിയായാൽ കേരളത്തിലെ എല്ലാ കാര്യക്ഷമമായ ക്ഷേമ പദ്ധതികളിൽ ഒന്നായി സ്ത്രീ സുരക്ഷാ പെൻഷൻ മാറും. അവസാനമായി, കേരള സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി സർക്കാർ റദ്ദാക്കിയിട്ടില്ല. മുഖ്യമന്ത്രി VD സതീശൻ തന്നെ പദ്ധതി തുടരുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ പദ്ധതിയിൽ അർഹതയില്ലാത്തവർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ അടുത്ത വിതരണത്തിന് മുമ്പായി സമഗ്ര പരിശോധന നടത്തുകയാണ്. BP വിഭാഗത്തിലെ മഞ്ഞ പിങ്ക് കാർഡ് ഉടമകളായ 35 മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള സർക്കാർ ജോലിയോ മറ്റ് ക്ഷേമ പെൻഷനോ ഇല്ലാത്ത സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ ലഭിക്കുന്ന പദ്ധതിയാണിത്. നിലവിൽ പദ്ധതി പുനഃപരിശോധനയിലാണ്. അർഹതാ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി പുതിയ പട്ടിക തയ്യാറാക്കിയ ശേഷം മാത്രമേ വിതരണം ആരംഭിക്കൂ. അതുവരെ വിതരണം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. അർഹതയുള്ള സ്ത്രീകൾക്ക് കുടിശ്ശിക സഹിതം പെൻഷൻ ലഭിക്കും. ഔദ്യോഗിക അറിയിപ്പിനായി കാത്തിരിക്കുക. ബാങ്ക് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. ഈ വിവരങ്ങൾ ആവശ്യമുള്ള എല്ലാ സ്ത്രീകളിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. ഇനിയും ഇതുപോലുള്ള അപ്ഡേറ്റ്സ് ദിനംപ്രതി ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എല്ലാവർക്കും ഉടനടി തന്നെ ലഭിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.